പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു കൂട്ടബലാത്സംഗം നടന്നിരിക്കുന്നു. ഓടുന്ന കാറിലാണ് ബലാത്സംഗം നടന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. രാജസ്ഥാനിലാണ് കൂട്ടബലാത്സംഗം, ഓടുന്ന കാറിൽ കൂട്ടബലാത്സംഗം നടന്നിരിക്കുന്നത്. 3 പേരെ ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. അതായത് ഈ ബലാത്സംഗത്തിന് കൂട്ടുനിന്ന പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്തെ വനിതാ CEO അടക്കം പിടിയിലായിട്ടുണ്ട്. അതായത് ബലാത്സംഗത്തിന് ഒരു പെൺകുട്ടി, കൂട്ടബലാത്സംഗത്തിന് ഒരു പെൺകുട്ടി കൂട്ടുനിന്നു എന്നുള്ളതാണ്. ഒപ്പം അറസ്റ്റായവരിൽ ഒരു വനിതാ CEO കൂടി അടക്കം പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടബലാത്സംഗത്തിന് ഒരു സ്ത്രീക്കെതിരായി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്യാൻ 2 വനിതകൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. യുവതിയെ ഓടുന്ന കാറിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. കൂട്ടബലാത്സംഗമാണ്. 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ ബലാത്സംഗത്തിന് കൂട്ടുനിന്നത് ഒരു വനിതാ CEO ആണെന്നുള്ളതും കൂടിയാണ്. ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്തെ സ്ഥാപനത്തിൻ്റെ CEO അതൊരു വനിതയാണ്. ആ വനിതയടക്കം ഈ ഒരു കൂട്ടബലാത്സംഗത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് ഈ ഓടുന്ന കാറിൽ ഒരു ബലാത്സംഗം നടന്നിരിക്കുന്നത്. കൂടുതൽ കേസുകളിലേക്കും കൂടുതൽ നടപടികളിലേക്കുമൊക്കെ വരും മണിക്കൂറുകളിൽ കടക്കും. ആരാണിവർ, എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം, എന്താണ് ഇതിന് പ്രേരിപ്പിച്ച ആ ഒരു ഡ്രൈവ്, അല്ലെങ്കിൽ എന്താണ് ഇതിലേക്ക് നയിച്ചത്, എന്ത് വികാരത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിലേക്ക് ഈ പ്രതികൾ കടന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. ഒപ്പം ഈ വനിതാ CEO അടക്കം കൂട്ടുനിൽക്കുന്ന ഈ ഒരു കൂട്ടബലാത്സംഗത്തിൻ്റെ മൂലകാരണമാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. യുവതി ജോലി ചെയ്യുന്നിടത്തെ, അതായത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ CEO അടക്കമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്.